പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ 3 വീഡിയോകളിലായി നിങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായ ചില അറിവുകളാണ് ഞാൻ പങ്കുവച്ചത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ തന്നെയാണ് ഇത്. ഒരു പരീക്ഷയെ അഭിമുഖീകരിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഓർമ്മ നിൽക്കുന്നില്ല. എല്ലാ കുട്ടികളും പറയുന്ന ഒരു കാര്യമാണ്, പഠിക്കുന്നത് ഓർമ്മ നിൽക്കുന്നില്ല. അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കാനും അവ പരീക്ഷയ്ക്ക് നന്നായി എഴുതി ഫലിപ്പിക്കാനും ചില ടിപ്സുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഒന്ന്, ഉച്ചത്തിൽ വായിക്കുക. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ വായിക്കുന്ന പാഠഭാഗങ്ങൾ ഉറക്കെ വായിക്കുക. അങ്ങനെ ഉറക്കെ വായിച്ചു കഴിഞ്ഞാൽ ഈ മൗനമായിട്ടിരുന്ന് വായിച്ച് പഠിക്കുന്നതിനേക്കാൾ നമ്മൾ ആ ഉറക്കെ വായിച്ച് പഠിക്കുന്ന കണ്ടൻ്റ് ആയിരിക്കും നമ്മുടെ മെമ്മറിയിൽ നിലനിൽക്കുന്നത്. ഇത് എൻ്റെ അനുഭവം കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ഈ മൗനമായിട്ടിരുന്ന് വായിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ മൗനമായി ബുക്കിലേക്ക് നോക്കിയിരിക്കുമ്പോൾ കുറച്ച് സമയം മാത്രമേ മനസ്സ് നമ്മളോടൊപ്പം പിന്തുടരുന്നുള്ളൂ. അതിനുശേഷം കണ്ണ് മാത്രം പുസ്തകത്തിലിരിക്കുകയും വരികളിരിക്കുകയും മനസ്സ് നമ്മൾ അറിയാതെ മറ്റെവിടങ്ങളിലേക്ക് പോവുകയും ചെയ്യും. അതേസമയം ഉറക്കെ വായിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നവും പരിഹരിക്കാം. അപ്പോൾ ഏകാഗ്രതയോടെ മനസ്സിരുത്തി വായിക്കാൻ ഉള്ള ഒരു വഴി കൂടിയാണ് ഉച്ചത്തിൽ വായിച്ച് പഠിച്ച് ശീലിക്കുക. അപ്പോൾ ഉറക്കെ വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അവ നമ്മുടെ മനസ്സിൽ നിന്ന്, നമ്മുടെ ഓർമ്മയിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകില്ല. അപ്പോൾ ഓർമ്മ നിലനിൽക്കാൻ ഉള്ള ആദ്യ വഴിയാണ് എന്താണ്? ഉച്ചത്തിൽ വായിക്കുക. അടുത്തത് എഴുതി പഠിക്കുക. എഴുതി പഠിക്കണം. നമ്മൾ പഠിക്കുന്ന പാഠഭാഗങ്ങൾ എഴുതിക്കൂടി പഠിക്കണം. എഴുതിക്കൂടി പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലത് ഒന്നുകൂടി തറമാവുകയാണ്. പിന്നീട് നമുക്ക് അത് മനസ്സിൽ നിന്ന് പോവുകയില്ല. അപ്പോൾ എങ്ങനെയാണ് എഴുതി പഠിക്കേണ്ടത്? നമ്മൾ പാഠഭാഗം പഠിച്ചു കഴിയുമ്പോൾ, ഒരു പാഠഭാഗം പഠിച്ചു കഴിയുമ്പോൾ അത് ആ ബുക്ക് അടച്ചു വെച്ചിട്ട് നമ്മുടെ ഒരു റഫ് ബുക്കിലോട്ടോ അല്ലെങ്കിൽ നമ്മൾ എഴുതി പഠിക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സംവിധാനം സൂക്ഷിക്കുക, റഫ് പേപ്പറുകളോ അങ്ങനെയൊക്കെ. അപ്പോൾ അതിലേക്ക് നമ്മൾ കാണാതെ എഴുതുക. അപ്പോൾ ഒരാവർത്തി പഠിച്ചു കഴിഞ്ഞ ഒരു കണ്ടൻറ്റ് നമ്മളൊരു ബുക്കിലേക്ക് അല്ലെങ്കിൽ ഒരു പേപ്പറിലേക്ക് എഴുതി കഴിയുമ്പോൾ അതൊന്നുകൂടി തറമാവുകയാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോൾ പഠിച്ചാലും ഏറ്റവും പ്രയാസം ഇപ്പോൾ എല്ലാം അങ്ങനെ എഴുതി ശീലിക്കണമെന്നില്ല. കാരണം ചിലത് നിങ്ങൾക്ക് എളുപ്പം പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ പ്രയാസമുള്ള പാഠഭാഗങ്ങൾ ഇതുപോലെ എഴുതി പഠിക്കുകയാണെങ്കിൽ അതൊരിക്കലും ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോകില്ല. നല്ല രീതിയിൽ അത്തരം പാഠഭാഗങ്ങളിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇനി മൂന്നാമത്തെ ഒരു ടിപ്പെന്ന് പറയുന്നത് കണ്ടൻറ് ക്ലോസ് സൂക്ഷിക്കുക എന്നാണ്. നമ്മുടെ പാഠഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില സൂചനകൾ നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക. പാഠഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില സൂചനകൾ എന്ന് വെച്ചാൽ ആ പാഠം പഠിക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് ആ പാഠവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വരുമ്പോൾ അത് നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരികയും അപ്പോൾ ആ പാഠഭാഗം കൂടി നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ അതിന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു പദ്യം പഠിക്കുകയാണ് എങ്കിൽ അതിൻ്റെ ആദ്യ വരികൾ ചേർത്ത് ഒരു വരി ഉണ്ടാക്കി പഠിച്ചു വെക്കാം. ആദ്യ അക്ഷരങ്ങൾ ചേർത്തൊരു വരി ഉണ്ടാക്കി പഠിച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ ഓർമ്മയിൽ നിന്ന് പോകില്ല. അപ്പോൾ അഥവാ ഒരു വരി മറന്നുപോയാൽ നമ്മൾ അതൊന്ന് ചൊല്ലിക്കഴിയുമ്പോൾ അത് നമുക്ക് ഓർമ്മയിലേക്ക് വരും. ആ വരി നമ്മുടെ ഓർമ്മയിലേക്ക് വരും. അതുപോലെ എന്തായാലും ഏത് സയൻസ് വിഷയങ്ങളായാലും ഒക്കെ ചില ക്ലൂസ്, റിലേറ്റഡ് ആയിട്ടുള്ള ചില ക്ലൂസ് ഓർമ്മയിൽ സൂക്ഷിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കണ്ടൻറ്റ് നമ്മുടെ ഓർമ്മയിൽ നിന്ന് പോവില്ല. നാലാമതായിട്ട് ബ്രേക്ക് എടുത്ത് പഠിക്കുക. നമ്മൾ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ടൈം ടേബിളിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, അതിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ഇരിപ്പിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ എത്ര മിടുക്കനാണെങ്കിലും നമ്മളുടെ മനസ്സ് നമ്മുടെ കയ്യിൽ നിൽക്കില്ല. അപ്പോൾ അങ്ങനെ ഒരേ ഇരിപ്പിരുന്ന് പഠിക്കാതെ ഇടയ്ക്ക് നിങ്ങൾ ബ്രേക്ക് എടുക്കുക. ഇപ്പോൾ ഒരു വിഷയം പഠിച്ചു കഴിഞ്ഞിട്ട് അടുത്ത വിഷയം പഠിക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യാം.
ഒന്ന് എഴുന്നേറ്റ് പോകാം, ഇത്തിരി വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ കണ്ണടച്ച് മൗനമായിട്ടിരുന്ന് ബ്രീത്ത് എടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില എക്സർസൈസുകൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നുകൂടി എനർജറ്റിക് ആവുകയും വീണ്ടും നിങ്ങളുടെ ബ്രെയിൻ അടുത്ത പാഠത്തെ സ്വീകരിക്കാനായി തയ്യാറാവുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ 4 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. 1 ഉച്ചത്തിൽ വായിച്ച് പഠിക്കുക, 2 എഴുതി പഠിക്കുക, 3 പാഠവുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ കണ്ടെത്തി സൂക്ഷിക്കുക, 4 ബ്രേക്ക് എടുത്ത് പഠിക്കുക. അപ്പോൾ ഈ 4 കാര്യങ്ങൾ അനുസരിച്ച് പാഠഭാഗങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വിദ്യാർത്ഥി യാതൊരു സംശയങ്ങളുമില്ലാതെ പരീക്ഷയെ അഭിമുഖീകരിക്കും. നല്ല രീതിയിൽ പഠിച്ച പാഠഭാഗങ്ങൾ പരീക്ഷയിൽ എഴുതി ഫലിപ്പിക്കാനും അതിലൂടെ നല്ല സ്കോർ നേടാനും നിങ്ങൾക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതൽ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ നന്ദി, നമസ്കാരം.